അംബാനി കല്യാണത്തിന്റെ PR വർക്ക് ചെയ്യാൻ 3.6 ലക്ഷം രൂപയുടെ ഓഫർ ലഭിച്ചെന്ന വെളിപ്പെടുത്തലുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയും വീരേൻ മർച്ചന്റിന്റെ മകൾ രാധിക മർച്ചന്റും തമ്മിലുള്ള വിവാഹത്തെ പ്രൊമോട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാനാണ് വൻ തുക വാഗ്ദാനം ചെയ്തത്. ഇൻഫ്ലുവൻസറായ കാവ്യ കർണാടക് ആണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ദീർഘമായ കുറിപ്പോടുകൂടിയാണ് കാവ്യ കർണാടകിന്റെ വെളിപ്പെടുത്തൽ. എന്തുകൊണ്ട് അംബാനിയിൽ നിന്നുള്ള 3.6 ലക്ഷത്തിന്റെ ഓഫർ നിരസിച്ചു എന്ന തലക്കെട്ടോടെയാണ് അവർ കുറിപ്പ് പോസ്റ്റ് ചെയ്തത്. അംബാനി കല്യാണം ഇന്ത്യൻ സമ്പദ്ഘടനയെ അഭിവൃദ്ധിപ്പെടുത്തുമെന്ന വാദവുമായി കണ്ടന്റുകൾ ചെയ്യാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. തന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഓഫർ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും താൻ നിരസിക്കുകയായിരുന്നുവെന്നാണ് കാവ്യ കാരണങ്ങൾ നിരത്തിയത്. വ്യക്തിപരമായ ബ്രാൻഡിനെ ബാധിക്കുമെന്നതാണ് ഒന്നാമത്തെ കാരണമായി അവർ പറഞ്ഞത്. ഒരേ ഉള്ളടക്കവും ആഖ്യാനവും പ്രചരിപ്പിക്കുന്ന വലിയൊരു ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ബഹളങ്ങൾക്കിടയിൽ അപ്രസക്തരായി പോകാൻ വളരെ എളുപ്പമാണ്. വൈവിധ്യവും മൗലികതയും കൊണ്ടുവരുന്ന തരത്തിൽ കണ്ടന്റുകളിൽ വ്യക്തതയും മൂല്യവും പുലർത്തണം എന്ന വിശ്വാസക്കാരിയാണ് താൻ. അമിതമായി പ്രൊമോട്ട് ചെയ്യപ്പെട്ട അംബാനി കല്യാണം പോലുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമാകുന്നത് തന്റെ ബ്രാൻഡിന്റെ വ്യക്തത ഇല്ലാതാക്കുമെന്നും കാവ്യ വിശദീകരിച്ചു. ഇത്തരമൊരു പ്രൊമോഷൻ ചെയ്യുന്നതിൽ വിശ്വാസ്യതയുടെ പ്രശ്നം കൂടിയുണ്ടെന്ന് കാവ്യ ചൂണ്ടിക്കാട്ടുന്നു. ജിയോ ഇന്റർനെറ്റ് നിരക്ക് കൂട്ടിയ സമയത്ത് അംബാനിയെപ്പോലുള്ള ഒരു കോർപ്പറേറ്റ് ഫീമിനെ പ്രൊമോട്ട് ചെയ്യുന്നത് സത്യസന്ധമല്ല. നിരന്തരം പുലർത്തുന്ന വിശ്വാസ്യതയിലൂടെ സമയത്ത് നിർമ്മിച്ചെടുക്കുന്ന ദുർബലമായൊരു സംഗതിയാണ് വിശ്വാസം. തന്റെ ശ്രോതാക്കൾക്ക് എല്ലാം വേർതിരിച്ചറിയാനാകും. പെയ്ഡ് പ്രൊമോഷനും സത്യസന്ധമായ കണ്ടന്റുമെല്ലാം ഏതാണെന്ന് അവർക്ക് വേർതിരിച്ചറിയാനാകും. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ വളരെ പ്രധാനമാണെന്നും അവർ പോസ്റ്റിൽ അഭിപ്രായപ്പെട്ടു. ഇതോടൊപ്പം ഓഫർ നിരസിച്ചതിന് പിന്നിൽ ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ടെന്ന് കാവ്യ ചൂണ്ടിക്കാട്ടി. ജാതിയുടെയും വർഗത്തിന്റെയും ലിംഗത്തിന്റെയും മതത്തിന്റെയും പേരിൽ എപ്പോഴും വിവാഹങ്ങൾ മുടങ്ങുന്ന ഒരു രാജ്യത്ത് ഇതേ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു വൻകിട വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നത് തന്റെ മൂല്യങ്ങളോട് നിരക്കുന്നതല്ല. ഒരു വിദ്യാഭ്യാസ പ്രവർത്തകയും കണ്ടന്റ് ക്രിയേറ്റർ ആകണമെന്ന നിലയ്ക്ക് അത്തരമൊരു മാമാങ്കം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് തെറ്റിദ്ധാരണയുണ്ടാക്കും. ഫാഷൻ, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസർമാർക്കാണ് ഇത്തരം പരിപാടി കൂടുതൽ യോജിക്കുക. വൻ താര പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് താൻ അംബാനിയുമായി മുമ്പ് സഹകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വിവാഹം ഇന്ത്യൻ സമ്പദ്ഘടനയെ നല്ല രീതിയിൽ സ്വാധീനിക്കുമെന്ന് വാദിക്കുന്നത് വസ്തുതാപരമായി ശരിയല്ലെന്നും അവർ പറഞ്ഞു. വ്യക്തിപരമായ വിശ്വാസ്യതയും സത്യസന്ധതയും ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകമാണെന്ന് കാവ്യ വെളിപ്പെടുത്തി. 3.6 ലക്ഷത്തിന്റെ ഓഫർ വലിയൊരു പ്രലോഭനം തന്നെയാണ്. എന്നാൽ ചെറിയ സമയത്തെ സാമ്പത്തിക നേട്ടത്തിലും പ്രധാനമാണ് ദീർഘകാലത്തേക്കുള്ള തന്റെ വിശ്വാസ്യത നിലനിർത്തൽ. സത്യസന്ധതയിലൂടെയാണ് വിശ്വസ്തരായ ഫോളോവർമാർ ഉണ്ടാകുക. ഇത്തരം ഫോളോവർമാരെ കിട്ടുന്നത് വിലമതിക്കാനാകാത്തതാണ്. ഇത്തരം ഓഫറുകൾ നിരസിക്കുന്നത് വെല്ലുവിളി തന്നെയാണ്. എല്ലാവർക്കും അത് സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ അത്തരമൊരു തീരുമാനമെടുക്കാനാകുന്ന ഒരു കരിയർ ഘട്ടത്തിലാണ് താനിപ്പോൾ ഉള്ളതെന്നും കാവ്യ കൂട്ടിച്ചേർത്തു.